എടാ മോഹിനിയായിട്ട് എന്താടാ ഇടപാട്? എന്തിടപാട്? എനിക്കൊരു ഇടപാടും ഇല്ല. അപ്പൊ ഈ 350 രൂപ അവൾ എന്തിനാ നിങ്ങൾക്ക് തരണം എന്നോർത്ത് തന്നത്? ഓ, ഈ 350 രൂപയാണ് പ്രശ്നം. ചോദിക്കമ്മേ. എന്താ പ്രശ്നം ഈ 350 രൂപയായിട്ട്? മോഹിനി അമ്മയുടെ ആരാ? എന്റെ ആരുമല്ല. അല്ലല്ലോ. എന്നാ എന്റെ അയലോക്കക്കാരിയാ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അയൽവക്ക കാര്യല്ലേ? എന്നിട്ട് അവൾ എനിക്ക് തന്നിട്ടില്ലല്ലോ 350 രൂപ. നീ അവളുടെ മൊബൈൽ നന്നായി കൊടുത്ത? അപ്പൊ നീയാണോ അവളുടെ മൊബൈൽ നന്നാക്കി കൊടുത്തത്? അതെ. അതെന്താ? അവളെ മൊബൈൽ നന്നാക്കി കൊടുക്കാൻ ഇങ്ങനെ ആരാന്ന് ചോദിക്കമ്മേ. അവള് പറഞ്ഞ പോലെ ആരാ അവള് നിന്റെ? അവളെന്റെ അയലോക്കാരിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്റെ മൊബൈൽ കേട് വന്ന് ഞാൻ ആരും നന്നാക്കി തരാനില്ല. നിന്റെ മൊബൈൽ കൊണ്ട് വെള്ളത്തിലിട്ട് കേടാക്കടി, ഞാൻ നന്നാക്കി തരാം. ഈ 350 രൂപ നിങ്ങൾക്ക് ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. എന്റെ പൈസ അതാ നീ തരാൻ പറ. നീ ആ പൈസ കൊണ്ട് കൊടുത്തേ. അമ്മ ഇത് എന്തറിഞ്ഞിട്ട് അമ്മ ഈ പറയുന്നത്? ഞാൻ ഇപ്പൊ ഈ പൈസ കൊടുത്താ ഇത് കൊണ്ടുപോയി മോഹിനിക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും, അയ്യോ മോഹിനി, നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ, എനിക്ക് ഈ പൈസ വേണ്ട എന്ന് പറയും. ഇത് എന്റെ മക്കൾ കഴിക്കേണ്ട പൈസയല്ലേ? നിന്റെ മക്കളത്തോടെ ഇപ്പൊ നോട്ട് കിട്ടാണ് കഴിക്കുന്നത്. നീ മിണ്ടരുത്. നീ ആ പൈസ അവന് കൊടുക്കണ്ടടി.